നിങ്ങൾക്ക് അറിയാവുന്ന പദങ്ങളെ കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊള്ളുക. ആൽ കഴിയും സൂത്രത്തോടെ സ്പോക്കൺ ഇംഗ്ലീഷ്. എളുപ്പമായി ഇങ്ങനെ സൂത്രത്തോടെ ഇംഗ്ലീഷ് പഠിച്ചുകൊള്ളുക. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ചെയ്യാൻ കഴിയുന്ന ജോലികളെ ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെ? നമ്മളെ കൊണ്ട് എല്ലാ ജോലികളെയും ചെയ്യാൻ കഴിയില്ല. ചില ജോലികൾ മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചില ജോലികൾ സാധ്യമല്ല. എന്നാൽ ഇപ്പോൾ നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാൻ പറ്റും എന്ന് സൂത്രത്തോടെ അറിഞ്ഞുകൊള്ളുക. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ആൽ കഴിയും സൂത്രം. മലയാള വാക്യത്തിന്റെ അവസാനം കഴിയും എന്ന പദം വരുമ്പോൾ ക്യാൻ എന്ന ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കണം. ക്യാൻ കഴിയും, അത് തന്നെ പോകാൻ കഴിയും. ഗോ സമം പോ. ക്യാൻ ഗോ സമം എന്നാൽ പോകാൻ കഴിയും. കാണാൻ കഴിയും എന്നാൽ ക്യാൻ സീ. പറയാൻ കഴിയും എന്നാൽ ക്യാൻ ടോക്ക്. ശരി, ഇനിയും ചില ഉദാഹരണങ്ങൾ നെക്സ്റ്റ് പേജിൽ നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഇംഗ്ലീഷിൽ പോകാൻ കഴിയും എന്നാൽ ക്യാൻ ഗോ. വായിക്കാൻ കഴിയും എന്നാൽ ക്യാൻ റീഡ്. പഠിക്കാൻ കഴിയും എന്നാൽ ക്യാൻ ലേൺ. പാടാൻ കഴിയുമെന്നാൽ ക്യാൻ സിംഗ്. പറയാൻ കഴിയുമെന്നാൽ ക്യാൻ ടോക്ക്. കഴിക്കാൻ കഴിയുമെന്നാൽ ക്യാൻ ഈറ്റ്. കാണാൻ കഴിയുമെന്നാൽ ക്യാൻ സീ. പൈസ കൊടുക്കാൻ കഴിയും എന്നാൽ ക്യാൻ പേ. എഴുതാൻ കഴിയുമെന്നാൽ ക്യാൻ റൈറ്റ്. നടക്കാൻ കഴിയും എന്നാൽ ക്യാൻ വാക്ക്. ഇപ്പോൾ വാക്യങ്ങളിൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. എനിക്ക് പോകാൻ കഴിയും എന്നാൽ ഐ ക്യാൻ ഗോ. എന്നാൽ വായിക്കാൻ കഴിയും എന്നാൽ ഐ ക്യാൻ റീഡ്. എന്നാൽ പഠിക്കാൻ കഴിയും എന്നാൽ ഐ ക്യാൻ ലേൺ. എന്നാൽ പാടാൻ കഴിയുമെന്നാൽ ഐ ക്യാൻ സിംഗ്. എന്നാൽ സംസാരിക്കാൻ കഴിയും എന്നാൽ ഐ ക്യാൻ ടോക്ക്. എന്നാൽ കഴിക്കാൻ കഴിയും എന്നാൽ ഐ ക്യാൻ ഈറ്റ്. എന്നാൽ കാണാൻ കഴിയും എന്നാൽ ഐ ക്യാൻ സീ. എന്നാൽ പണം കൊടുക്കാൻ കഴിയും എന്നാൽ ഐ ക്യാൻ പേ. എന്നാൽ എഴുതാൻ കഴിയും എന്നാൽ ഐ ക്യാൻ റൈറ്റ്. എന്നാൽ നടക്കാൻ കഴിയും എന്നാൽ ഐ ക്യാൻ വാക്ക്. നിങ്ങളാൽ കഴിയുന്ന ഏത് ജോലിയും ക്യാൻ ഉപയോഗിച്ച് പറയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? എന്നാൽ ഇംഗ്ലീഷിൽ ഉത്തരം എഴുതാൻ കഴിയും. ഈ വാക്യത്തെ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ എന്നാൽ ഇംഗ്ലീഷിൽ എഴുത്ത് എഴുതാൻ കഴിയും എന്നും ഈ വാക്യത്തിൽ ആദ്യം ഞാൻ എന്ന പദത്തെ ഒരു വാക്യമായി ഡിവൈഡ് ചെയ്തുകൊള്ളുക. ഇംഗ്ലീഷ് എന്ന പദത്തെ ഒരു വാക്യമായി ഡിവൈഡ് ചെയ്യുക. ഇൻ എന്ന ഭാഗത്തെ ഒരു പദമായി ഡിവൈഡ് ചെയ്യുക. എഴുത്ത് എന്നതിനെ ഒരു പദമായി ഡിവൈഡ് ചെയ്യുക. എഴുതാൻ കഴിയും എന്നതിനെ ഒരു വാക്കായി ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് പദത്തിന് ഞാൻ എന്ന വാക്കിന് 1 ഇടുക. അവസാന വാചകം എഴുതാൻ കഴിയും എന്ന പദത്തിന് 2 ഇടുക. അവസാനത്തിൽ നിന്ന് റിവേഴ്സിൽ വരിയായി നമ്പർ ഇടുക. ഉത്തരം എന്ന പദത്തിന് 3 ഇടുക. ഇൽ എന്ന പദത്തിന് 4 ഇടുക. ഇംഗ്ലീഷ് എന്ന പദത്തിന് 5 ഇടുക. ഞാൻ എന്നാൽ ഐ. ഇംഗ്ലീഷ് എന്നാൽ ഇംഗ്ലീഷ്. ഇൽ എന്നാൽ ഇൻ. എഴുത്ത് എന്നാൽ എ ലെറ്റർ. എഴുതാൻ കഴിയുമെന്നാൽ ക്യാൻ റൈറ്റ്. ഇപ്പോൾ നമ്പർ പ്രകാരം പറഞ്ഞാൽ എന്നാൽ ഇംഗ്ലീഷിൽ എഴുത്ത് എഴുതാൻ കഴിയും എന്നാൽ ഐ ക്യാൻ റൈറ്റ് എ ലെറ്റർ ഇൻ ഇംഗ്ലീഷ്. ഇങ്ങനെ എത്ര വാക്യങ്ങളായാലും ഇപ്രകാരം നമ്പറോട് കൂടി പറയുക. അതൊന്നും വലിയ പ്രയാസമില്ല. ഇനിയും ചില ഉദാഹരണങ്ങൾ നെക്സ്റ്റ് പേജിൽ നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഇംഗ്ലീഷിൽ നമ്പർ 1 എന്നാൽ പോകാൻ കഴിയും എന്നാൽ ഐ ക്യാൻ ഗോ. ഇതേപോലെ ഞാൻ എന്നതിന് പകരം ഞങ്ങൾ, നീ, അവൻ, അവൾ എന്നിവ ഉപയോഗിച്ച് പറയാം. ഞങ്ങൾക്ക് പോകാൻ കഴിയും എന്നാൽ വി ക്യാൻ ഗോ. അവനാൽ പോകാൻ കഴിയും എന്നാൽ ഹി ക്യാൻ ഗോ. അവളാൽ പോകാൻ കഴിയുമെന്നാൽ ഷീ ക്യാൻ ഗോ. അവരാൽ പോകാൻ കഴിയുമെന്നാൽ ദേ ക്യാൻ ഗോ. ഓക്കെ, ഇപ്പോൾ നമ്പർ 2 വാചകത്തെ നോക്കുക. എന്നാൽ വായിക്കാൻ കഴിയും ഐ ക്യാൻ റീഡ്. എന്നാൽ എന്താണ് വായിക്കാൻ കഴിയുക എന്നതിനെ എക്സ്പാൻഷൻ ചെയ്യാം. എന്നാൽ ഇംഗ്ലീഷ് വായിക്കാൻ കഴിയും എന്നാൽ ഐ ക്യാൻ റീഡ് ഇംഗ്ലീഷ്. നമ്പർ 3 എന്നാൽ മ്യൂസിക് പഠിക്കാൻ കഴിയും ഐ ക്യാൻ ലേൺ മ്യൂസിക്. നമ്പർ 4 എന്നാൽ പാടാൻ കഴിയും ഐ ക്യാൻ സിംഗ്. എന്നാൽ ഒരു പാട്ട് പാടാൻ കഴിയും എന്നാൽ ഐ ക്യാൻ സിംഗ് എ സോങ്.
നമ്പർ 5, എന്നാൽ സംസാരിക്കാൻ കഴിയും. എന്നാൽ ഐ ക്യാൻ ടോക്ക്. നിങ്ങളാൽ ചെയ്യാൻ കഴിയും എന്ന് ജോലിയായാലും ക്യാൻ ചേർത്ത് പറയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇങ്ങനെ ചില 100 വാക്യങ്ങൾ പറയാം. എനിക്ക് പോകാൻ കഴിയും, ഐ ക്യാൻ ഗോ. എനിക്ക് വായിക്കാൻ കഴിയും, ഐ ക്യാൻ റീഡ്. എനിക്ക് പഠിക്കാൻ കഴിയും, ഐ ക്യാൻ ലേൺ. എനിക്ക് പാടാൻ കഴിയും, ഐ ക്യാൻ സിംഗ്. എനിക്ക് സംസാരിക്കാൻ കഴിയും, ഐ ക്യാൻ ടോക്ക്. ചോദ്യം ചോദിക്കുന്നതും മാറ്റി ചില 100 വാക്യങ്ങൾ പറയാം. ഇപ്പോൾ നോക്കൂ, ഇവിടെ ആദ്യം സെന്റൻസ് എന്നാൽ പോകാൻ കഴിയും, ഐ ക്യാൻ ഗോ. എന്നാൽ പാടാൻ കഴിയും, ഐ ക്യാൻ സിംഗ്. വെർബിനെ മാത്രം മാറ്റിയാൽ എത്ര വേണമെങ്കിലും പറയാം. അതേപോലെ ഞാൻ എനിക്ക് എന്ന വാക്കിനെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എന്നാൽ, നമ്മളാൽ, അവനാൽ, അവളാൽ, അവരാൽ, ഇങ്ങനെ എത്ര വേണമെങ്കിലും മാറ്റി പറഞ്ഞു നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? 100% വിശ്വസിക്കാം. ഡിയർ സ്റ്റുഡൻസ്, ചെയ്യാൻ കഴിയുന്ന ജോലികളെ പറ്റി അറിഞ്ഞുവല്ലോ. ഇപ്പോൾ നിങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന ഏത് ജോലിയെയും ക്യാനിന്റെ സഹായത്താൽ ഇംഗ്ലീഷിൽ പറയാൻ കഴിയും എന്ന് 100% വിശ്വസിക്കുന്നു. ഇപ്പോൾ ചെയ്യാൻ കഴിയാത്ത ജോലികളെ എങ്ങനെ പറയണമോ അതേപോലെ മറ്റു പല ജോലികൾ എങ്ങനെ പറയണമോ ശേഷം പിന്നാലെ വരുന്നു. അടുത്ത പേജിൽ ചില വാക്യങ്ങളെ വീഡിയോ പാഠത്തിൽ നോക്കിക്കൊള്ളുക. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? താഴെ കൊടുത്ത വാക്യങ്ങളെ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ പിന്നാലെ വരുന്ന സെന്റൻസിലേക്ക് വരൂ. അതെന്താണ് എന്നത് ഇവിടെ നോക്കൂ. നമ്പർ 1, എനിക്ക് പാടാൻ കഴിയില്ല. നമ്പർ 2, എനിക്ക് പാടാൻ കഴിഞ്ഞു. നമ്പർ 3, എനിക്ക് പാടാൻ കഴിയാതെ പോയി. നമ്പർ 4, ഞാൻ പാടുന്നു. നമ്പർ 5, ഞാൻ പാടില്ല. നമ്പർ 6, ഞാൻ പാടണം. നമ്പർ 7, ഞാൻ പാടാൻ പാടില്ല. നമ്പർ 8, ഞാൻ പാടാം. 9, ഞാൻ പാടിക്കൊണ്ടേയിരുന്നവൻ. ഇനിയും ഇതേപോലെ എത്രയോ ഉണ്ട്. നിങ്ങൾ നന്നായി ഇത് ശ്രദ്ധിച്ചു കൊള്ളുക. 1ാമത്തെ വാക്യം, ഞാൻ എന്നാൽ പാടാൻ കഴിയില്ല എന്നുള്ളത്. അവിടെ ജസ്റ്റ് വെർബ് ഒന്നിനെ മാറ്റിയാൽ ശരിയായി വരും. എന്നാൽ പാടാൻ കഴിയില്ല, എന്നാൽ സംസാരിക്കാൻ കഴിയില്ല, എന്നാൽ പോവാൻ കഴിയില്ല, എനിക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല എന്ന പദത്തെ അവിടെ റീപ്ലേസ് ചെയ്യാം. എനിക്ക് പാടാൻ കഴിയില്ല, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു, എനിക്ക് പാടാൻ കഴിഞ്ഞു, എനിക്ക് പാടാൻ കഴിയാതെ പോയി, എനിക്ക് സംസാരിക്കാൻ കഴിയാതെ പോയി, ഞാൻ പാടുന്നു, ഞാൻ സംസാരിക്കുന്നു, ഞാൻ പാടില്ല, ഞാൻ സംസാരിക്കില്ല, ഞാൻ പാടണം, ഞാൻ സംസാരിക്കണം, ഞാൻ പാടാൻ പാടില്ല, ഞാൻ സംസാരിക്കാൻ പാടില്ല, ഞാൻ പാടാം, ഞാൻ സംസാരിക്കാം, ഞാൻ പാടിക്കൊണ്ടേയിരുന്നവൻ, ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നവൻ. കണ്ടില്ലേ? ഒരു വെർബിനെ മാത്രം മാറ്റിയാൽ ഇങ്ങനെ എത്ര വേണമെങ്കിലും പറയാം. ഇപ്പോൾ ഭക്ഷണം കഴിക്കുക എന്ന വെർബ് എടുക്കാം. പാടുക എന്ന പ്ലേസിൽ പറഞ്ഞു നോക്കാം. നമ്പർ 1, എന്നാൽ പാടാൻ കഴിയില്ല, എനിക്ക് കഴിക്കാൻ കഴിയില്ല. നമ്പർ 2, എനിക്ക് പാടാൻ കഴിഞ്ഞു, എനിക്ക് കഴിക്കാൻ കഴിഞ്ഞു. നമ്പർ 3, എനിക്ക് പാടാൻ കഴിയാതെ പോയി, എനിക്ക് കഴിക്കാൻ കഴിയാതെ പോയി. നമ്പർ 4, ഞാൻ പാടുന്നു, ഞാൻ കഴിക്കുന്നു. നമ്പർ 5, ഞാൻ പാടില്ല, ഞാൻ കഴിക്കില്ല. നമ്പർ 6, ഞാൻ പാടണം, ഞാൻ കഴിക്കണം. നമ്പർ 7, ഞാൻ പാടാൻ പാടില്ല, ഞാൻ കഴിക്കാൻ പാടില്ല. നമ്പർ 8, ഞാൻ പാടാം, ഞാൻ കഴിക്കാം. നമ്പർ 9, ഞാൻ പാടിക്കൊണ്ടേയിരിക്കുന്നവൻ, ഞാൻ കഴിച്ചുകൊണ്ടേയിരിക്കുന്നവൻ. ഇങ്ങനെ എത്ര വേണമെങ്കിലും പറയാം. വെർബുകൾ റീപ്ലേസ് ചെയ്തു എത്ര വേണമെങ്കിലും പറയാം. ഇപ്പോൾ പറഞ്ഞ വാക്യങ്ങളെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഈ സൂത്രങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഓക്കെ, ഈ സൂത്രം ഇതോടുകൂടി അവസാനിക്കുന്നു.